പീതാംബരം കരവിരാജിതരംഗചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം സൂതശൗനക സംവാദത്തിലെ ഒരു തുടർച്ചയാണ്. അതിൽ 5 ചോദ്യങ്ങളും സൂതൻ നൽകുന്ന 5 മറുപടിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലത്തെ ഭക്തിയാണ് ആത്യന്തിക ശ്രേയസ്സിനുള്ള മാർഗം എന്ന് പറയുണ്ടായി. ആ ഭക്തി ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെ ആയിരിക്കണം എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അത് നമ്മൾ ആദ്യം ചോദ്യോത്തരങ്ങൾ പറയുമ്പോൾ പറയേണ്ടായില്ല. അപ്പോൾ ആ ഭക്തി ഒന്ന് വിവരിക്കുകയാണ്. അതിനായിട്ടൊരു ഭാഗം നീക്കി വച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഭക്തി ഉണ്ടാവേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്തിയാണ് ഭാഗവതം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രതിപാദിക്കുന്നത്, ഏതിനെയാണ് ഭാഗവതം നമുക്ക് വേണ്ടി എങ്ങനത്തെ ഭക്തി ഉണ്ടാവണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹേതുക്യ അപ്രതിഗത ആത്മാ സംപ്രസീദതി. ആത്മാവ് സംപ്രീതമാകണമെങ്കിൽ, പ്രസാദിക്കണമെങ്കിൽ അഹേതുക്യ പ്രതിഗത ഭക്തി വേണം എന്നാണ്. വെറും ഭക്തി എന്നല്ല, അഹേതുക്യ പ്രതിഗത ഭക്തി. അഹേതുക്കി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനും ഒരു കാര്യവും കിട്ടാൻ വേണ്ടി അല്ലാത്ത ഭക്തി. എന്തിനാണ് ഭഗവാനെ ഭജിക്കുന്നത്? ഭജിക്കാൻ വേണ്ടി ഭജിക്കുക. അതിൽ നിന്നുള്ള ആനന്ദവും പ്രപഞ്ചത്തിന് നിന്ന് മനസ്സിനെയും ആത്മാവിനെയൊക്കെ മുക്തമാക്കിയിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തി, വേറൊന്നുമില്ല. ഇന്നത് കിട്ടണം എന്നുള്ള വിചാരം കൊണ്ടല്ലാത്ത ഭക്തിയാണ് അഹൈതുകി ഭക്തി. അപ്പം അങ്ങനെ ഭഗവാന് നമുക്ക് സമർപ്പണം ഉണ്ടായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും, നടത്തും എന്നുള്ള ആ ഒരു വിശ്വാസം എത്രത്തോളം നമുക്കുണ്ടോ അത്രത്തോളം അത് ഫലിക്കും. ആ വിശ്വാസത്തിന് അനുസരിച്ചാണ് അതിൻ്റെ ബലം ഉണ്ടാവുക. ഒരു രാജാവ് 2 സ്ത്രീകളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ വസ്ത്രം, ആഭരണം, കൊട്ടാരം, പാർപ്പിടം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഒക്കെ രാജാവ് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത സ്ത്രീയോട് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് അങ്ങേ വിവാഹം കഴിച്ചാൽ മതി. എന്താ നീ അങ്ങനെ പറയാൻ കാരണം? ഈ സാമ്രാജ്യമൊക്കെ അങ്ങയുടെ ആയതുകൊണ്ട് അങ്ങേ എൻ്റെയും ഞാൻ അങ്ങയുടെ ആയാൽ അതിലുള്ളതൊക്കെ എനിക്കായില്ലേ? ഈ ഒരു മനോഭാവമാണ് ഭക്തന് ഉണ്ടാവേണ്ടത്. ത്രിലോകവും ഭഗവാന്റെ കീഴിലാണ്, 14 ലോകവും ഭഗവാന്റെ കീഴിലാണ്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഇവ, നമ്മൾ ഭഗവാന്റെ ഇവ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നമുക്ക് പിന്നെ ലഭ്യമല്ലാത്തതോ അസാധ്യമായിട്ടോ ഇല്ല. ഈ ഒരു ബോധത്തോടു കൂടിയുള്ള ശരണാഗതി, പ്രത്യേക കാര്യങ്ങൾ ഓരോന്ന് ചോദിക്കുക, ബാക്കിയൊക്കെ ഞാനായിക്കോളാം, അത് ഭഗവാൻ തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാനായിക്കോളാം. വയറുവേദന മാറി കാലുവേദന വന്നു, കാലുവേദന മാറി തലവേദന വന്നു, വല്ല കാര്യമുണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം മാത്രം സാധിച്ചതുകൊണ്ട് ആയില്ല. ഈ ലോകം അല്ലെങ്കിൽ ഈ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ പ്രതിസന്ധികളും അപകട സാധ്യതകളും ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ ഭഗവാനോട് ഓരോന്നായിട്ട് ചോദിക്കണേക്കാട്ടും നല്ലത് ഭഗവാനെ രക്ഷിക്കണേന്ന് പറയല്ലേ, ബുദ്ധിമാൻ ചെയ്യുക. ഇത് തന്നെയാണ് അഹേതുകി ഭക്തി. ഓരോന്ന് ഒക്കമിട്ട് ചോദിക്കണേന് പകരം ഭഗവാനെ എൻ്റെ രക്ഷാകർത്തൃത്വം ഞാൻ അങ്ങേ സമർപ്പിച്ചിരിക്കുന്നു, വേണ്ടത് വേണ്ട സമയത്ത് നോക്കി ചെയ്തോളണേ. ഈ സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഭക്തിയാണ് വേണ്ടത്, അഹേതുകി ഭക്തി. ഈ അപ്രതിഗതാ ഭക്തി എന്ന് പറഞ്ഞാൽ എന്ത് വിഷമോ പ്രതിസന്ധിയോ വേദനയോ ദാരിദ്ര്യമോ കുറവോ വന്നാലും തടസ്സം ഭക്തിക്ക് വരാൻ പാടില്ല. അങ്ങനെ തടസ്സമില്ലാത്ത ഭക്തി എന്ന് നമുക്ക് പറയാം. ശിവാനന്ദലഹരി ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ആങ്കോലം നിജബീജസന്തതിരയസ്കാന്തോ ഫലം സൂചിക സാധീ നൈജപതിം ലതാക്ഷിതിരുഹം സിന്ധുസരിവല്ലഭം പ്രാപ്തോപീകയഥാ തഥാ പശുപതേ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യതിഷ്ഠതി സദാ
സാ ഭക്തിരിത്യുച്യതേ. സാ ഭക്തി, അതാണ് ഭക്തി. ഏത്? ആങ്കോലം നിജബീജസന്തതി. ഹിമാലയത്തിൻ്റെ ഉള്ള ഒരു വൃക്ഷമാണ്, സാങ്കല്പിക വൃക്ഷമാണ് ഈ ആങ്കോലം എന്നാണ്. ചിലതൊക്കെ ഈ സാങ്കല്പികമായിട്ട് സാഹിത്യത്തിൽ മാത്രം ഉണ്ടാവും. ശരിക്കും അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടാവണം എന്നൊന്നുമില്ല. എന്നാലും ഉപമയ്ക്ക് വേണ്ടിയിട്ടും സാഹിത്യ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ടും ഹംസം, പാലും വെള്ളവും കൂട്ടിച്ചേർത്ത് കൊടുത്താൽ പാല് മാത്രം ഭക്ഷിക്കും, അതിനൊരു പക്ഷി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാവോ? പക്ഷെ അത് ചില ഉപമകൾക്കും ചില കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്, സാഹിത്യത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ്. അപ്പം അതുപോലൊരു വൃക്ഷമാണ് ഈ ആങ്കോലം. അതിൻ്റെ കായ നിലത്തേക്ക് പതിച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ മൂലസ്ഥാനത്തേക്ക് തന്നെ ചെല്ലുത്രേ. അപ്പം അതുപോലെ എങ്ങടൊക്കെ മനസ്സ് വ്യതിചലിച്ചാലും ഒടുവിൽ ചെന്നെത്തുന്നത് എവിടെയായിരിക്കണം? ഭഗവത് പാദാരവിന്ദത്തിലാണ്. കബീർദാസോ ആരോ മറ്റൊരു ദോഹ എഴുതിൻ്റെ രഹീമാണോ ആരോ ഓർമ്മയില്ല. ഈ കപ്പലിൻ്റെ മുകളിലുള്ള പാമരത്തിൻ്റെ മുകളിലൊരു പക്ഷി ഉണ്ടാവും. ഈ കപ്പൽ ഇങ്ങനെ കടലിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് പറന്ന് നോക്കിയാൽ എവിടേക്ക് പറക്കണം? കുറച്ചൊക്കെ ചുറ്റുവട്ടത്തിൽ പറന്നു വന്നാലും പിന്നെ വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ പാമരത്തുമ്പിൽ തന്നെ. ചുറ്റും കടലാണ്, അവിടെ പറന്നിരിക്കാനൊരു മരക്കൊമ്പുണ്ടോ? ഇതുപോലെയാണ് ഭക്തൻ്റെ മനസ്സ്. കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി എന്ന് വന്നാലും പിന്നെയും എവിടെ ആശ്രയമുള്ളൂ? എവിടേക്ക് പോയാലും ഭഗവാനെ എനിക്കതിൻ്റെ ഉള്ളൂ. അവസാനം ചുറ്റി എത്തുന്നത് എവിടെ അറിയോ? ആ പത്മത്തിൽ തന്നെയാണ്. ഇതാണ് തടസ്സമില്ലാത്തതായ, മാറ്റമില്ലാത്തതായ ഭക്തി. അതേപോലെ കാന്തോബലം സൂചിക, നല്ല ഇരുമ്പിൻ്റെ ഒരു സൂചി എപ്രകാരത്തിൽ കാന്തത്തിൻ്റെ നേരെ ചാടി കുതിക്കുന്നുവോ ആ ഒരു കുതിപ്പ്, അതുപോലെയും സ്വാധീനേജപതിയും പതിവ്രതയായിരിക്കുന്ന ഒരു പത്നി തൻ്റെ ഭർത്താവിനെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെയും, സത്യവാൻ്റെ സാവിത്രിയുടെയൊക്കെ കഥ നോക്കിയറിയാം. യമൻ വന്ന് സത്യവാനെ കൊണ്ടുപോകാൻ പോയപ്പോൾ പോലും ആദ്യം എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത്രേ സാവിത്രി. പിന്നെ അവർ തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായി. ഒടുവിൽ ആയുസ് കൂട്ടിക്കേണ്ടതായിട്ട് വന്നു യമൻ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. സാവിത്രിയുടെ നിഷ്ഠ കാരണം ചരിത്രത്തിലില്ലാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ആയുസ് വീണ്ടും നീട്ടി കൊടുക്കുക എന്നുള്ളത്. ഉണ്ടോ? പക്ഷെ അതിവിടെ സംഭവിച്ചത് എന്താണ്? സാവിത്രിയുടെ ഭർത്താവിനോടുള്ളതായ ഇഷ്ടം, ആ നിഷ്ഠ, ഇഷ്ടം എന്ത് വേണമെങ്കിൽ പറയാം. സാധി നേജപതിൻ ലതാക്ഷി തിരുഹം. എങ്ങനെയാണ് വള്ളി, ഈ വൃക്ഷമില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, വൃക്ഷമില്ലെങ്കിൽ വള്ളിക്ക് നിലനിൽപ്പില്ല, അവർ ചുറ്റിപ്പിണഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതേപോലെയും സിന്ധുസരിത് വല്ലഭം, കടലിലേക്ക് ഒഴുകുന്നതായിരിക്കുന്ന നദി ചിറ പൊട്ടിക്കുക, അണ പൊട്ടിക്കുക, അണക്കെട്ട് എന്തൊക്കെ തന്നെ പൊട്ടിച്ചാലും വെള്ളം പിന്നെ എവിടേക്കാണ് കുതിച്ചു പായുന്നത്? സമുദ്രത്തിലേക്ക്. ഇതേപോലെ എത്ര തടസ്സമുണ്ടെങ്കിലും നീങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറ്റമില്ലാതെ ഈശ്വരനിലേക്കുള്ള ആ കുതിപ്പ്, അതാണ് തടസ്സമില്ലാത്ത ഭക്തി. ഇങ്ങനെ ഏത് പ്രകാരത്തിൽ ഈ പറഞ്ഞ ഉപമകളിൽ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടോ അതേപോലെ എൻ്റെ മനസ്സിനെ പാദാരവിന്ദദ്വയം, അങ്ങയുടെ പാദപത്മത്തിലേക്ക്, പാദപത്മത്തിൻ്റെ 2 പാദപത്മത്തിലേക്ക് അല്ലയോ സർവേശ്വര പശുപതേ എത്തിക്കണമേ എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. അപ്പം അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു ഭക്തി ഭഗവാനിൽ ഭക്തനുണ്ടാവില്ലാണ് അപ്രതിഹതാഭക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് തഥാരജസ്തമോഭാവ കാമരോപാദയച്ചേ. കാമങ്ങൾ, ആഗ്രഹങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം എന്നീ ഭക്തി 3 വിധത്തിലുണ്ട്. അതിൽ സാത്വിക ഭക്തിയാണ് ഭാഗവതം നിർദ്ദേശിക്കുന്നത്. വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും തൻ്റെ ഒരാളോടുള്ള പ്രത്യേക പ്രീതി കൊണ്ടോ ലോകകാര്യങ്ങൾ നേടണം എന്ന് വിചാരിച്ചിട്ടോ ഒക്കെയുള്ള ഭക്തിയാകുമ്പോൾ അത് രാജസായി. ആഗ്രഹിച്ചിട്ട് ഭജിച്ചാൽ, ആഗ്രഹം നേടിയാൽ ആ ഭക്തി കുറയും. കാര്യം കഴിഞ്ഞില്ല, ഇനി എന്താ? ആഗ്രഹം നടന്നില്ലെങ്കിലോ ഇതൊക്കെ വെറുതെ കേട്ടോ, ഞാൻ വിചാരിച്ചിട്ടൊന്നും എൻ്റെ കാര്യം നടന്നിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ആഗ്രഹം ഉള്ള ഭക്തി അവിടെ നിന്ന് അവസാനമുള്ളതാണ്. അപ്പം അത് രജോ ഗുണമാണ്. മറ്റൊരാളെ ഉപദ്രവിക്കാനോ ഘോരമായിട്ടുള്ള ആരാധന, ഭൂതപ്രേത പിശാചാദികളുടെ ആരാധന, സാത്വികമൂർത്തി അല്ലാത്തതൊക്കെ താമസ ഭക്തിയായിട്ടാണ് പറയുക. ഇനി ഏതാണ് രാജസഭക്തി? സാത്വിക ഭക്തി ഭഗവാനോ കൃഷ്ണോ ശിവനോ ദേവിയോ അങ്ങനെയൊക്കെയുള്ള വചനം സാത്വിക. മൃഗാസുരൻ്റെ താമസഭക്തിയാണ്. കാരണം മറ്റൊരാളെ ഈ ലോകത്തിൽ ആരുടെ തലയിൽ കൈവച്ചോ അവരൊക്കെ മരിക്കണം എന്നാണ് ഉദ്ദേശം. അപ്പം അത്തരത്തിലുള്ള ഭക്തിയെ താമസഭക്തി എന്നും, ലോക നന്മയെ മാത്രം ഉദ്ദേശിച്ച് സ്വാർത്ഥത്തെ ഉപേക്ഷിച്ച് ചെയ്യുന്ന ഭക്തി അതിനെ സാത്വിക ഭക്തി എന്നും പറയും.
ഭഗവാന്റെ കഥാശ്രവണനാമ സങ്കീർത്തനാദികളിൽ അങ്ങനെ മുഴുകി വേറെ യാതൊരു കാര്യത്തിലും താല്പര്യമില്ലാതെ ലോകത്തിന് തന്നെ താൻ ഉപകാരമല്ലാണ്ട് ഒരിക്കലും ദോഷമായിട്ട് വരരുത്. യസ്മാന്നോരുജതോ ലോകേ ലോകാന്നോരുജതേ ജയ. ലോകത്തിനെ നമുക്ക് ഭയമോ പേടിയൊന്നുമില്ല, അതിൽ ജീവിക്കണം. ലോകത്തിൽ ഒന്നിനെയും കുറ്റം പറയാണ്ടിയും ദോഷമായിട്ടും കാണരുത്. ലോകത്തിന് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടോ ഉപദ്രവമോ ഉണ്ടാവാനും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഭക്തിക്കാണ് സാത്വികം. ആ സാത്വിക ഭക്തി ആർക്കുണ്ടോ അവർക്ക് ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്സുണ്ടാവും എന്നാണ് പറഞ്ഞത്. മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.